അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ആണ്. അതിനു മുമ്പ് എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് നോക്കി നോക്കാം. A bijective mapping of a set into itself. ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയുള്ള ഒരു ബൈജക്റ്റീവ് മാപ്പിംഗ്. ബൈജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? 1 and on 2. ഓക്കെ, മാപ്പിംഗ് മീൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഒരു സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് തന്നെയുള്ള ഒരു 1 on 2 ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെർമ്യൂട്ടേഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പോ എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫ്രം എ സെറ്റ് എസ് ടു എസ്. അപ്പൊ എസ് എന്നുള്ള സെറ്റിൽ നിന്ന് എസിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഒരു 1 and on 2 ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ 1 and on 2 ഫംഗ്ഷൻ ആണ് എഫ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനെ എനിക്ക് ഒരു പെർമ്യൂട്ടേഷൻ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, എന്റെ കയ്യിൽ ഒരു സെറ്റ് എസ് ഉണ്ടെന്ന് വിചാരിക്കുക. സെറ്റ് 1 and 2. എനിക്ക് ഏതൊക്കെ രീതിയിൽ ഈ 1ഉം 2വിനെയും ഈ എലമെന്റ്സിനെ എനിക്ക് പരസ്പരം മാപ്പ് ചെയ്യാം. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ P1 എന്ന് പറയുന്നത് ഒരു പെർമ്യൂട്ടേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാ, ഒരു മാപ്പിംഗ് ഞാൻ ഉണ്ടാക്കാൻ പോവാ. ഓക്കെ, സോ എന്റെ കയ്യിലുള്ള എലമെന്റ്സ് 1ഉം 2ഉമാണ്. ഓക്കെ, സോ ഒരു ടൈപ്പ് ഓഫ് മാപ്പിംഗ് എനിക്ക് എന്ത് ചെയ്യാം? 1നെ 1ലേക്ക് തന്നെ മാപ്പ് ചെയ്യാം, 2വിനെ 2വിലേക്ക് തന്നെ മാപ്പ് ചെയ്യാം. ഇതൊരു പെർമ്യൂട്ടേഷൻ ആണ്. ഓക്കെ, അതേപോലെ അടുത്ത പെർമ്യൂട്ടേഷൻ എനിക്ക് എന്താണ്? ഈ രണ്ട് എലമെന്റ്സിൽ നിന്ന് ഈ ഒരു സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാം. 1നെ എനിക്ക് 2വിലേക്ക് മാപ്പ് ചെയ്യാം, 2വിനെ എനിക്ക് 1ലേക്കും മാപ്പ് ചെയ്യാം. ഇതെന്താണ്? ഇതും ഒരു പെർമ്യൂട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എസ് എന്നുള്ള സെറ്റിൽ നിന്ന് ഐ ഹാവ് മെയ്ഡ് 2 പെർമ്യൂട്ടേഷൻസ്, P1 and P2. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്റെ കയ്യിലുള്ള സെറ്റ് അതിന്റെ കാർഡിനാലിറ്റി n ആണ് എങ്കിൽ എനിക്ക് അതിൽ നിന്ന് എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതായത് എന്റെ കയ്യിലുള്ള സെറ്റില് n എലമെന്റ്സ് ആണ് ഉള്ളത് എങ്കിൽ എനിക്ക് അതിൽ നിന്ന് എത്ര 1 on 2 ബൈജക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര പെർമ്യൂട്ടേഷൻസ് എനിക്ക് ഈ സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 which is 2. അതായത് രണ്ട് പെർമ്യൂട്ടേഷൻസേ ഈ ഒരു സെറ്റിൽ നിന്ന് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാ? P1ഉം P2ഉം. അതായത് 1നെ 1ലേക്കും 2വിനെ 2വിലേക്കും മാപ്പ് ചെയ്തു, അതൊരു പെർമ്യൂട്ടേഷൻ. അതേപോലെ 1നെ 2വിലേക്കും 2വിനെ 1ലേക്കും മാപ്പ് ചെയ്തു, ഇതൊരു പെർമ്യൂട്ടേഷൻ. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസിനെ നമ്മൾ SN എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എസ് ഒരു സെറ്റ് ആണെന്ന് വിചാരിക്കുക. സെറ്റ് 1 2 3 എക്സെട്ര n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ പെർമ്യൂട്ടേഷൻസിന്റെയും കളക്ഷനെയാണ് SN എന്ന് പറയുക. ആൻഡ് കാർഡിനാലിറ്റി ഓഫ് SN എന്തായിരിക്കും? n ഫാക്ടോറിയൽ ആയിരിക്കും. ഇത് ജസ്റ്റ് ഓർത്തു വെക്കാം. ഓക്കെ, ഞാൻ ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. എന്റെ കയ്യിലുള്ള സെറ്റ് എസ് എന്ന് പറയുന്നത് സെറ്റ് 1 2 ആണ്. സോ ദെയർഫോർ എത്ര പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്? n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്. അതായത് 2 പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ S2 is equal to set P1, P2. അതായത് പെർമ്യൂട്ടേഷൻസിന്റെ എസ് എന്നുള്ള സെറ്റ് കൊണ്ട് എസ് എന്നുള്ള സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ S2 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തത്, വിച്ച് ഇസ് സെറ്റ് P1 P2. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? n ഫാക്ടോറിയൽ എലമെന്റ്സ് അഥവാ 2 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? ഇഫ് ഐ ഹാവ് എ സെറ്റ് S is equal to set 1 2 3 etc. n, then SN denotes the number of permutations on the set S. അതിനെയാണ് SN denote ചെയ്യുക. ആൻഡ് എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാവും? അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് SN എന്തായിരിക്കും? n ഫാക്ടോറിയൽ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. അതേപോലെ ഞാൻ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാണ്, സെറ്റ് 1 2 3. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് എത്ര പെർമ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്താണ്? എത്ര പെർമ്യൂട്ടേഷൻസ് പോസിബിൾ ആണ്? n ഫാക്ടോറിയൽ അല്ലെ? ഇവിടെ 3 ആണ്. അപ്പൊ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3, എനിക്ക് 6 പെർമ്യൂട്ടേഷൻസ് ആണ് ഈ സെറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3, 1 to 1, 2 to 2, 3 to 3. അതൊരു പെർമ്യൂട്ടേഷൻ ആണ്, ഒരു മാപ്പിംഗ് ആണ്. ഇനി P2 is equal to, എനിക്ക് എങ്ങനെ മാപ്പ് ചെയ്യാം? 1 to 2, 2 to 3, 3 to 1 അല്ലെ? ജസ്റ്റ് 1 ഡിജിറ്റ് നമ്മൾ സ്വാപ്പ് ചെയ്തു. ഇതൊരു മാപ്പിംഗ് ആണ്. ഇനി P3 is equal to, എങ്ങനെ എഴുതാം?
1 to 3, പിന്നെ 1 to 3, 2 to 1 and 3 to 2 അല്ലെ? ഇതൊരു പെർമ്യൂട്ടേഷൻ ആണ്. ഇനി അതേപോലെ P4 അടുത്ത പെർമ്യൂട്ടേഷൻ എന്ത് ചെയ്യാം? 1 to 1, 2 to 3 and 3 to 2. ശരിയല്ലേ? ഇനി പെർമ്യൂട്ടേഷൻ P5, 2 ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, 1 to 3 and 3 to 1. ഓക്കെ. ആൻഡ് P6 എന്ന് പറയുമ്പോ 3 to 3 ഞാൻ അങ്ങനെ വെച്ചു, 1 to 2 and 2 to 1. Okay, so these are the 6 permutations. Okay, first permutation എന്താ? ഒരു എലമെന്റിനെ അതേ എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുക. സെക്കൻഡ് പെർമ്യൂട്ടേഷൻ എന്താ? തൊട്ടടുത്ത ഡിജിറ്റിലേക്ക് മാപ്പ് ചെയ്തു. തേർഡ് പെർമ്യൂട്ടേഷൻ എന്തായി? സെക്കൻഡ് ഡിജിറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാപ്പ് ചെയ്തു. ഓക്കെ. ഇനി ഫോർത്ത് വണ്ണിൽ എന്താ ചെയ്തേ? ഫസ്റ്റത്തെ ആൾക്ക് തന്നെ മാപ്പ് ചെയ്തു അല്ലെ? ബാക്കിയുള്ളവരെ ഫസ്റ്റത്തെ ആൾക്ക് തന്നെ മാപ്പ് ചെയ്തു, ബാക്കിയുള്ളവരെ നമ്മൾ ജസ്റ്റ് സ്വാപ്പ് ചെയ്ത് മാപ്പ് ചെയ്തു. അതേപോലെ P5 എന്താ നമ്മൾ ചെയ്തത്? സെക്കൻഡ് പേഴ്സണെ ആൾക്ക് തന്നെ മാപ്പ് ചെയ്ത് ബാക്കിയുള്ളവരെ നമ്മൾ ക്രോസ് മാപ്പ് ചെയ്തു. അതേപോലെ P6 മൂന്നാമത്തെ ആളെ നമ്മൾ സെൽഫായിട്ട് മാപ്പ് ചെയ്തു, ബാക്കിയുള്ളവരെ നമ്മൾ ക്രോസ് മാപ്പ് ചെയ്തു. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇത്രയും വെറൈറ്റീസിൽ മാത്രം നമുക്ക് എലമെന്റ്സിനെ പരസ്പരം മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കോമ്പിനേഷൻസ് അവൈലബിൾ അല്ല. ദിസ് ഇസ് ദി മാക്സിമം കോമ്പിനേഷൻ ഇഫ് യുവർ സെറ്റ് ഇസ് ഹാവിംഗ് 3 എലമെന്റ്സ്. ഓക്കെ, അപ്പോ എസ് എന്നുള്ള ഈ സെറ്റിലെ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ is denoted by S3, which consists of P1, P2, P3, P4, P5 and P6. Okay, so what is the cardinality of S3? Cardinality of S3 will be 3 factorial, which is equal to 6. ശരിയല്ലേ? 6 പെർമ്യൂട്ടേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. Therefore S3 എത്ര എലമെന്റ്സ് ഉണ്ട്? 6 എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം, ഓക്കെ, ഇനി പറയാൻ പോണതാണ് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്തത് പറയാൻ പോണ കാര്യം, ഈ പെർമ്യൂട്ടേഷൻസ് പരസ്പരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷന്റെ കോമ്പോസിഷൻ പോലെ യു ക്യാൻ ഓൾവേസ് ഫൈൻഡ് ദി കോമ്പോസിഷൻ ഓഫ് 2 പെർമ്യൂട്ടേഷൻസ്. ഓക്കെ, ഏത് 2 പെർമ്യൂട്ടേഷൻസ് എടുത്താലും യു ക്യാൻ ഫൈൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്? The set of all permutations under the operation composition of function is a group called as permutation group അഥവാ സിമെട്രിക് ഗ്രൂപ്പ്. ഇതാണ് പെർമ്യൂട്ടേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. എസ് എന്നുള്ള സെറ്റിന്റെ കോൺസെപ്റ്റും നമ്പർ ഓഫ് എലമെന്റ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫംഗ്ഷന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത് പോലെ നിങ്ങൾക്ക് പെർമ്യൂട്ടേഷന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് ദ സെറ്റ് എസ് എൻ അണ്ടർ ദി ഓപ്പറേഷൻ കോമ്പോസിഷൻ ഇസ് എ ഗ്രൂപ്പ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്, അല്ലെങ്കിൽ മറ്റൊരു പേര് സിമെട്രിക് ഗ്രൂപ്പ് എന്നാണ്. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വി നീഡ് ടു ഫൈൻഡ്, നമുക്ക് വേണ്ടത് എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കോമ്പോസിഷൻ ചെയ്യുക. ഫംഗ്ഷന്റെ കോമ്പോസിഷൻ പോലെ തന്നെയാണ് അതെങ്ങനെയാ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, കൺസിഡർ ദി ഗ്രൂപ്പ് S4 ആണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അതായത് 4 എലമെന്റ്സ് ആണുള്ളത് നമ്മുടെ സെറ്റില്, ABCD, അതാണ് ഒരു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ S4 എന്ന് പറഞ്ഞ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിൽ എന്തുണ്ടായിരിക്കും? ഈ സെറ്റിൽ നിന്ന് ഉണ്ടായ പെർമ്യൂട്ടേഷൻസിന്റെ സെറ്റ് ആണ് S4 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ 2 പെർമ്യൂട്ടേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. 2 പെർമ്യൂട്ടേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വി നീഡ് ടു ഫൈൻഡ് ആൽഫ കോമ്പോസിഷൻ ബീറ്റ. അതിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആൽഫ കോമ്പോസിഷൻ ബീറ്റ. Both these notations are one and the same. Okay, so alpha composition beta, beta composition alpha and alpha square. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ we are going to find alpha composition beta. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് എഴുതി? ആൽഫേനെ എടുത്ത് എഴുതി, ABCD ആൽഫ എഴുതി. കോമ്പോസിഷൻ ബീറ്റ, ഇനി ബീറ്റേനെ നമ്മൾ എഴുതാം, ABCDDCBA. ഓക്കെ, ആൽഫേനെ എഴുതി, ബീറ്റേനെ എഴുതി. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദെയർ കോമ്പോസിഷൻ.
അപ്പൊ മുകളിൽ എന്ത് തന്നെയായിരിക്കും? എ ബി സി ഡി തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കോമ്പോസിഷൻ കണ്ടുപിടിക്കാറുള്ളത് പോലെ ഇവിടെ നമ്മൾ എവിടെ തന്നെയാ തുടങ്ങേണ്ടത്? റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള പെർമ്യൂട്ടേഷനിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാ അവർ ചെയ്യണേന്ന്. ഇവിടെ നോക്കാം, എ ഇസ് മാപ്ഡ് ടു ഡി ആൻഡ് ഇവിടെ ഡി ഇസ് മാപ്ഡ് ടു എ. അതായത് അതിന്റെ അർത്ഥം എ ഇസ് മാപ്ഡ് ടു എ. ശരിയല്ലേ? ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കുക, എ ഇസ് മാപ്ഡ് ടു ഡി ആൻഡ് ഇപ്പുറത്തേക്ക് വരിക ഡി ഇസ് മാപ്ഡ് ടു എ. സോ ദാറ്റ് മീൻസ് എ ഇസ് മാപ്ഡ് ടു എ. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനും സെയിം തന്നെയാണ്. ഓക്കെ, സിമിലർലി ബി ടു സി, ഇവിടെ നോക്കുക സി ടു ഡി. സോ ദാറ്റ് മീൻസ് ബി ഇസ് കണക്റ്റഡ് ടു ഡി. ശരിയല്ലേ? ഇനി സി ടു ബി ആൻഡ് ബി ടു സി, ദാറ്റ് മീൻസ് സി ടു സി. ഓക്കെ, ഫൈനലി ഡി ടു എ and A to B, that means D to B. Okay, so this is the composition of alpha and beta. കിട്ടിയല്ലോ അല്ലേ? Next we need to find what is beta composition alpha or beta alpha. Okay, let's find out. So now we are going to find their composition. അപ്പൊ എന്ത് വരും? A B C D. Okay, composition നോക്കി നോക്കാം. We should start from which? Right side ത്തെ ആളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. From alpha we are going to start. So A is mapped to B and B is mapped to C. So A will be mapped to C. Okay, arrow mark എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. Okay, it is similar to composition. അതായത് ഇൻഡയറക്ട്ലി ആരുമായിട്ടാണ് കണക്ഷൻ ഉള്ളത് എന്നുള്ള ഒരു സെൻസ്. Now B is mapped to C and C to B, so we will have B to B. Now C to D, D to A, so C to A. D to A to D, and D to D. So this is what you will get. So what is the answer? This is the particular answer that you will be getting. Now, moving to the last one, alpha square. Alpha square എന്ന് പറയുമ്പോൾ alpha composition alpha it is. So what is alpha? A B C D B C D A into A B C D B C D A. Okay, this is alpha composition alpha. So here too നമ്മൾ എന്താ ചെയ്യേണ്ടത്? So as usual നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ബട്ട് സിൻസ് ഇവിടെ രണ്ടും ആൽഫ ആയതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങിയാലും you will get the same answer itself. Okay, so A to B, B to C, so that means A to C. B to C, C to D, so that means B to D. Okay, C mapped to D, D to A, so C to A. And finally D to A to B, D to B. So this is your answer. Okay, so ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം.